നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് 2.0 എന്ന് പറയുന്ന രജനികാന്ത് ചിത്രത്തിന്റെ 35 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ല, നെറ്റ് കളക്ഷനെ കുറിച്ച് നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അധികം സംസാരിച്ച സമയം കളയാതെ ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ചിത്രം ഇതുവരെ തമിഴ്നാട്ടിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നത് 150 കോടി രൂപയാണ്. ആന്ധ്രാപ്രദേശും തെലങ്കാനയും കൂടി ചേർത്ത് നോക്കുമ്പോൾ 116 കോടി രൂപ ചിത്രം 35 ദിവസം കൊണ്ട് കളക്ഷൻ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കേരളത്തിലെ കളക്ഷൻ പുറത്തു വിട്ടിരുന്നു. ചിത്രം കേരളത്തിൽ 35 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് 35 കോടി 30 ലക്ഷം രൂപയാണ്. അത് ഒരു തമിഴ് സിനിമ കേരളത്തിൽ നിന്ന് നേടുന്ന ഒരു നല്ലൊരു സംഖ്യ തന്നെയായിട്ട് കണക്കുകൂട്ടേണ്ടതായിട്ട് വരും. ഇതിനു മുകളിൽ നേടിയിരിക്കുന്നത് ബാഹുബലി മാത്രമാണ്. അതുപോലെ കർണാടകയിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 66 കോടി 20 ലക്ഷം രൂപ ചിത്രം കർണാടകയിൽ നിന്ന് 35 ദിവസം കൊണ്ട് കളക്ഷൻ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദി വേർഷന്റെ വിഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഹുബലിക്ക് ശേഷം ഏറ്റവും കൂടുതൽ എമൗണ്ട് ഒരു തമിഴ് സിനിമ ഹിന്ദിയിൽ നേടുന്നത് 2.0 ആണ്. ചിത്രം ഹിന്ദി വേർഷൻ നേടിയിരിക്കുന്നത് 276 കോടി രൂപയാണ്. അതൊരു നല്ല ഒരു ഹെവി റേഞ്ച് തന്നെയാണ്. കാരണം ഹിന്ദി ഓഡിയൻസ് ഓൾറെഡി ചിത്രം ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. വൻ പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ഹിന്ദി വേർഷന് ഇന്ത്യക്ക് പുറത്തും ലഭിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 2.0യുടെ ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 643 കോടി 50 ലക്ഷം രൂപയാണ്. അതൊരു മോശമല്ലാത്തതെന്നല്ല. നമുക്ക് ഈ വർഷം 2018 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസ് ആയിട്ടുള്ളൊരു സംഖ്യയാണ് 643.50 എന്ന് പറയുന്നത്. ഇനി ചിത്രം വിദേശ രാജ്യങ്ങളിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് 205 കോടി രൂപയാണ്. ഓർക്കുക, ചിത്രത്തിന് അതായത് രജനികാന്ത് ചിത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന ജപ്പാൻ പോലുള്ള പല രാജ്യങ്ങളിലും ചിത്രം റിലീസ് ചെയ്തിട്ടില്ല. ചിത്രം ഫെബ്രുവരിയിലാണ് മാർച്ചിലാണ് ചിത്രം അവിടെയൊക്കെ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ചിത്രം ചൈനയിൽ റിലീസ് ചെയ്യാൻ പോകുന്നു. അതിനു മുമ്പേ തന്നെ ചിത്രം 205 കോടി രൂപ ഈ പറഞ്ഞ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നു. മൊത്തം കളക്ഷനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 848 കോടി 50 ലക്ഷം രൂപ 2.0 എന്ന് പറയുന്ന രജനികാന്ത് ചിത്രം 35 ദിവസം കൊണ്ട് കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ ഒരു കളക്ഷൻ ഇന്ത്യയിലെ ഇതുവരെയുള്ള ചരിത്രങ്ങൾ നോക്കുമ്പോൾ 4ാം സ്ഥാനത്തെ 4ാമത്തെ ഏറ്റവും വലിയ ഹിറ്റായി ചിത്രം ഓൾറെഡി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല 2018 ഏറ്റവും വലിയ ഹിറ്റായിട്ട് ചിത്രം മാറിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഈ ചിത്രത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ഒന്ന് സീക്രട്ട് സൂപ്പർ സ്റ്റാർ ആണ്. ചിത്രം ഏകദേശം 920 കോടിയോളം രൂപ ചിത്രം നേടിയിട്ടുണ്ട് സീക്രട്ട് സൂപ്പർ സ്റ്റാർ. അതിന് മുകളിലുള്ളത് ബാഹുബലിയാണ്. ബാഹുബലി ഏകദേശം 1900 കോടി രൂപയോളം നേടിയിട്ടുണ്ട്. അതിനു മുകളിലുള്ളത് ദംഗലാണ്. ദംഗൽ ഏകദേശം കൃത്യമായിട്ടുള്ള കണക്കുകളല്ല അവർ പുറത്തു വിട്ടിരിക്കുന്നത്. ദംഗൽ നേടിയിരിക്കുന്നത് 2100-നും 2150-നും ഇടയ്ക്ക് എന്നുള്ളൊരു കണക്കാണ് നമുക്ക് നെറ്റിലൂടെ സെർച്ച് ചെയ്താൽ കിട്ടുന്നത്. എന്തായാലും ഈ 3 ചിത്രങ്ങൾ മാത്രമേ ഇനി 2.0യുടെ മുന്നിലുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 848.50 ലക്ഷം കോടി രൂപ ചിത്രം നേടി എന്ന് പറയുമ്പോൾ ഈ ചിത്രം ചൈനയിൽ റിലീസ് ചെയ്ത് ഹിറ്റായി കഴിഞ്ഞാൽ എന്തായാലും ചിത്രം 1500-ന് മുകളിൽ പോകും എന്നുള്ള സംഭവം ഗ്യാരണ്ടിയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇനി ചൈനയിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിത്രം 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ദയവ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളുമായി സംസാരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.